സാംസ്കാരിക സായാഹ്നവും കാവ്യകേളിയും സംഘടിപ്പിച്ചു. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയിലാണ് പരിപാടി സംഘടിപ്പിച്ചത്. പുസ്തക പ്രകാശനവും നടത്തി. വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായാണ് കരുനാഗപ്പള്ളി CS സുബ്രഹ്മണ്യൻ പോറ്റി ലൈബ്രറിയിൽ സാംസ്കാരിക സായാഹ്നവും കാവ്യകേളിയും സംഘടിപ്പിച്ചത്. ഇതോടൊപ്പം പുസ്തക പ്രകാശനവും നടത്തി. സാംസ്കാരിക സായാഹ്നം കാഥികൻ അഡ്വക്കേറ്റ് VV ജോസ് കല്ലട ഉദ്ഘാടനം ചെയ്തു. ഞാനിത് പറഞ്ഞു വരുന്നത് സൂചിപ്പിച്ചു. ഞങ്ങളൊക്കെ അദ്ദേഹത്തെ ഗോപൻ എന്ന് വിളിക്കുന്നില്ല, ഇടക്കുളങ്ങര എന്നാണ് വിളിക്കുന്നത്. സഹനാമം തന്റെ പേരിനൊപ്പം എഴുതി അങ്ങനെ ആ പേരിന്റെ പര്യായമായി തന്നെ ചങ്ങമ്പുഴയുടെ കാര്യം പറഞ്ഞതുപോലെ ഇടപ്പള്ളിയുടെ കാര്യം പറഞ്ഞതുപോലെ നമുക്ക് ഗോപൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ആൾക്കാരറിയത്തില്ല. ഇടക്കുളങ്ങര എന്ന് പറഞ്ഞാൽ ആൾക്കാർ പെട്ടെന്ന് ഐഡിയ എഴുതി ചെയ്യുന്നത് പോലെ, നെടുമുടിയായിട്ട് എഴുതി ചെയ്യുന്നത് പോലെ, നമ്മുടെ മുൻ മുഖ്യമന്ത്രി പിണറായി എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലം എഴുതി ചെയ്യുന്നത് പോലെ ഇടക്കുളങ്ങര ഗോപനെ ഐഡന്റിഫൈ ചെയ്തു. ഈ സ്വന്തം നാട്ടുപേര് ഇങ്ങനെ പേരിനൊപ്പം ചേർക്കാൻ തുടങ്ങിയത് ഇപ്പോഴെന്നുള്ള കാലത്തന്നെ സ്വന്തം ഇപ്പോഴും 2000 വർഷം പഴക്കമുള്ള ഏർപ്പാടാണ്. ലൈബ്രറി പ്രസിഡന്റ് അഡ്വക്കേറ്റ് N രാജൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഇടക്കുളങ്ങര ഗോപൻ രചിച്ച നന്ദിത ബോസ് നൃത്തം ചെയ്യുകയാണ് എന്ന കവിതാ സമാഹാരം അഡ്വക്കേറ്റ് VV ജോസ് ഡോക്ടർ സജീവ് മുഹമ്മദിന് നൽകി പ്രകാശനം ചെയ്തു. P സുനിൽകുമാർ പുസ്തകാവതരണം നടത്തി. ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം VP ജയപ്രകാശ് മേനോൻ, A ഷാജഹാൻ, അജിത്ത് നീലികുളം, PS സാനു, V ജയസൂര്യ, SN അജയകുമാർ, സജിത B നായർ എന്നിവർ പങ്കെടുത്തു. കവി മൈനാഗപ്പള്ളി ശ്രീരംഗൻ കാവ്യകേളി അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.